കറക്റ്റ് അറിയാം പവർ പോയിന്റ് എങ്ങനെ ആഡ് ചെയ്യണ്ടത്. ഓക്കെ, ഞാൻ ദിൽട്ടനെ വിളിച്ചു. ഓക്കെ ഓക്കെ മറ്റേ Hey, I'm talking about this the the pharmacy. എടാ എവിടാ നീ? എന്ത് തിരക്ക്? എന്ന് നേരം നീ വിളിച്ചില്ലല്ലോ. ആര്? അന്ന് ആഹാ നമ്മളെ അവയില്ലായിരുന്നാ ഫെഡറിക്കുട്ടൻ ആണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിളിച്ച, മറ്റേ നമ്മുടെ ഈ PPT അല്ല നമ്മളെ വീഡിയോ റെക്കോർഡ് ടീംസിൽ ചെയ്യണ സമയത്തേ നമ്മളെ ഈ പവർ പോയിന്റ് അതിന്റെ സൈഡിൽ എങ്ങനെയാ കാണിക്കുന്നത്? ഇപ്പൊ എനിക്ക് പവർ പോയിന്റ് ഓരോ സ്ലൈഡ്സ് കാണിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയുള്ളത്. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പവർ പോയിന്റ് എങ്ങനെ അതിന്റെ ആഡ് ചെയ്യും? ഒരു മിനിറ്റ് മറ്റേ ഈ വീഡിയോ റെക്കോർഡിൽ ഇപ്പൊ ഓണായി, അതിന്റെ അകത്ത് ഷെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് പവർ പോയിന്റ് എന്ന് പറയുന്ന സാധനം പവർ പോയിന്റ് ലൈവ് ആണോ? അതേ ബ്രൗസ് മൈ കമ്പ്യൂട്ടർ ആണോ? ബ്രൗസ് മൈ കമ്പ്യൂട്ടർ. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ വെക്കാൻ പോണേ ഉള്ളൂ മൊത്തേ. എന്തായി, ഫീസ് അടച്ചോ? ഇല്ല. എന്താ അങ്ങനെ ഒരു ഡോക്ക്? എത്രയാ അടയ്ക്കണത്? എത്ര ഉണ്ടായിരുന്നത്? എന്താ പ്ലാന്? എങ്ങനെ അടയ്ക്കാനാ പ്ലാന്? എടാ അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം INR നീ കൊൺവേറ ത്രൂ അയക്കാനുള്ള പ്ലാനാണോ? പിന്നെ ഏത് ബാങ്ക്? എടാ മണ്ട, എത്ര രൂപ ലോസ് ആണെന്ന് അറിയാമോ നിനക്കത്? നാട്ടിൽ നിന്ന് എന്തിനാ അയക്കണത്? ഈ ബാങ്ക് ഓഫ് ഇന്ത്യ നിനക്ക് ക്യാഷ് എടുക്കാൻ പറ്റൂലേ? അതെന്താ മനസ്സിലായില്ല? പൈസ എത്ര? ക്യാഷ് ഔട്ട് ചെയ്യണ്ട, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂലേ? ആണോ? നമ്മള് ബിസിനസ് ചെയ്യുന്ന കച്ചവടം നടക്കണല്ലോ, ഈസ്റ്റ് അടിക്കുന്നല്ലോ. അല്ല ഇതെന്തിനാ പിന്നെ വണ്ടി വിറ്റ പൈസ അതിലോട്ട് കൊണ്ടുവന്നത്? എന്തിനാ വണ്ടി വിറ്റ പൈസ അതിലോട്ട് കൊണ്ടുവന്നത്? വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ആണോ? പക്ഷെ നിനക്കതൊരു എത്ര ടോട്ടൽ എത്ര പോകും? 25,000? ഞാൻ അത് മറ്റേതാക്കി അടയ്ക്കുന്നതിന് ഏറ്റവും ബെറ്റർ. ബാങ്ക് വഴിയാ വരുള്ളൂ, എനിക്ക് വരുത്താനും പറ്റുള്ളൂ. ആഹാ, ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല. കയറി കഴിഞ്ഞാൽ ആകെ നിങ്ങളോ വീട്ടിൽ കയറിയിട്ടില്ലെന്നോ? മനസ്സിലായില്ല, എന്തുവാ? വീട്ടിൽ കയറിയുണ്ടല്ലോ തോറ്റു. ഇതുവരെ കയറിയിട്ടില്ല, എന്തിനു വന്ന അമ്മ കയറും. ഓ അങ്ങനെ. ഏത് പടം കാണണം? സ്നേഹവീട് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ഇല്ല, കണ്ടില്ല. നല്ല പടാന്നോലും വാഴ. അത് ആരൊക്കെ പറയുന്നുണ്ട്.
The section is provide overview the presentation structure overviewing the area such as industrial analysis data completion. ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കുക മൊത്തേ നോക്ക് കാണി മോനെ ഒബ്ബോ ഇക്ക എന്റെ പവർ പോയിന്റ് ആഡ് ചെയ്തപ്പോ നോട്ട് എന്ന് പറഞ്ഞ സൈഡിൽ വന്നു. അതെന്താ? സ്പീക്കർ നോട്ട്സ് നിനക്ക് പറയാനുള്ളൂ. സ്പീക്കർ നോട്ട് അല്ലത്, ഇത് സ്പീക്കർ നോട്ടാണോ? This section provides an overview of the presentation literature എന്ന് പറഞ്ഞോണ്ട് നെക്സ്റ്റ് അടുത്ത സ്ലൈഡ് എടുത്തേ. ഗുഡ് മോർണിംഗ് മായ മുഹമ്മദ് നിയാസ്. എടാ ഇത് പക്ഷെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ സെക്ഷൻ നോട്ട് അതിനകത്ത് കാണിക്കോ? ഉറപ്പാ? അല്ല ഇങ്ങനെ നോട്ട് ഇവ ഇങ്ങനെയൊക്കെ ആക്കി ഇതെങ്ങനെ സെറ്റ് ചെയ്തത്? അല്ല ഈ ലെക്ചർ നോട്ട് എങ്ങനെ ഇവിടെ വന്ന്? നീ എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് മറ്റതില്ലല്ലോ, റെക്കോർഡ് ചെക്ക് ചെയ്താ? ഓക്കെ ഓക്കെ. നീ മറ്റേത് പാസ്സായായിരുന്നോ? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരെണ്ണം വെച്ചായിരുന്നല്ലോ, അത് CMI അല്ലേ? വൈ വൈ ഇത്രയും മാസം സമയം പോരാ? പിള്ളേർക്കൊന്നും ഉത്തരവാദിത്തല്ലേ, നാട്ടിൽ പോവാതിക്കുന്ന അവരൊക്കെ. നമ്മളെ കാര്യങ്ങളല്ലേ പക്കയത് കേട്ടാ. ഇതെന്ത് പിള്ളേരിത്? അറ്റൻഡൻസ് ഇല്ലാത്തതിന് വിസ റിജക്ട് ചെയ്യുന്നു, വിസ ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞ് ഷിബിന് ഒരു മെയിൽ വന്നായിരുന്നു. നിനക്കൊന്നില്ല? നിനക്ക് ജോലി ഉണ്ടോ? എടാ പൊട്ടായി അമ്മ, എന്റെ അവിടെ വേക്കൻസി ഉണ്ട്, കേറണമെങ്കിൽ കേറ്. ടാക്കോസ് ആഴ്ച 2 ദിവസം, 2 അല്ല 3 ദിവസം. 3 ദിവസം ഇല്ല 2 ദിവസം ആക്കി തരൂട്ടാ, 3 ദിവസം ഇടേണ്ടി വരും. ഇവിടോട്ട് നീ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ രാവിലെ 9 മണിക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്, നീ 5 മണിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ബ്രൈറ്റനിൽ എന്താ? ബ്രൈറ്റൻ ലണ്ടനിലല്ലേ? എന്താ പരിപാടി? അവൾക്ക് ഷിഫ്റ്റ് ഉണ്ടോ? ബ്രൈറ്റണിൽ നിന്ന് കയറത്തില്ല, നിനക്ക് ലണ്ടൻ ലോക്കലിൽ നിന്നിട്ടേ കയറാൻ പറ്റൂ. വന്നു പോക്കൊന്നും നടക്കൂല. നീ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണേ ഷിഫ്റ്റ് ചെയ്യാം. നിനക്ക് 12.5 പൗണ്ട് വെച്ചിട്ട് 20 മണിക്കൂർ കൺഫേം ഷിഫ്റ്റ് തരാം. എനിക്ക് കഴിഞ്ഞ മാസം 82 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ എനിക്കിപ്പോ വേണമെങ്കിൽ 30-40 മണിക്കൂറൊക്കെ എടുക്കാം. എൻ്റെ അടുത്ത് ഫുൾ ടൈം കയറാൻ എന്നേ പറയണത്, ഞാൻ കയറാത്ത. ക്യാംപ്ടൺ എന്നല്ല, ബ്രിക്സ്റ്റൺ മാർക്കറ്റിൽ. നീ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വാടാ, എന്നിട്ട് അവളെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് ജോലിക്ക് കേട്ടാ. അവളെ നമുക്ക് മറ്റേ അവിടെ കേറ്റാം. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്, അവിടെ വേക്കൻസി ആണ്. എന്റെ മറ്റേ ഒരു ഫുഡ് ഡെലിവറിയുടെ ഒരു ഇതാണ്, ഫുഡ് ഡെലിവറി അല്ല, ഫുഡ് പാക്കിങ്ങിന്റെ ഇതാണ്, മറ്റേ ഫ്രിൻ5 എന്താ പറഞ്ഞിട്ട്. വിസ എന്താ? കെയർ ഹോമിന്റെ ഈ എത്ര പേ? എന്റെ ഒരു അഭിപ്രായത്തിൽ വിസ എടുക്കാതെ PSW എടുക്കണായിരിക്കും ബെറ്റർ. തീരുമാനമായിട്ടുള്ള പേര് ഞാൻ വിളിക്കാം.